കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് ഉണ്ടാകുന്ന ആത്മീയമായ ഒരു ഉത്തേജനവും നമ്മുടെ ഹൃദയത്തെ കർത്താവ് നവീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്കുണ്ട്. इस आत्मिक संगति में हम देखते हैं समय में उस संगति के द्वारा जो नयापन का अनुभव में प्रभु होता है वो एक आशीष का बात है. നമ്മുടെ ഹൃദയം ദൈവത്താൽ ചൈതന്യപ്പെട്ട് ഉണർവുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. क्योंकि प्रभु हमेशा चाहता है कि वो हमें उत्तेजना में लेकर जाकर उस वचन के द्वारा उत्तेजना में लेकर जाकर आत्मिक उन्नति में बढ़ोतरी करना ये प्रभु बहुत चाहता है. നമ്മൾ ലോകപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ലോകത്തോടൊക്കെയുള്ള നിലയിലായിരിക്കുകയും ചെയ്യുമ്പോൾ ദുഃഖവും പ്രയാസവും നിരാശയും ഒക്കെയും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. जब इस दुनिया में हम जीते समय में दुनिया की बातों में रहते समय में हमेशा दुख तकलीफ वेदना ये सब बातें हमें स्पर्श करता है. നമുക്ക് ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും ഉണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, കുറവുകളുണ്ട്, സാമ്പത്തികമായ ഞെരുക്കമുണ്ട്, ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ക്ഷീണിക്കാതെ എങ്ങനെ ഒരു ചൈതന്യപ്പെട്ട നിലയിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. जब अब इस दुनिया में जीते समय में और इस दुनिया का में रहते समय में उसका तकलीफ वेदना शरीर में थकावट ये सब गिरावट जब हमारे जीवन में आते समय में हम लोग किस तरह एक थकेपन का अवस्था आत्मिक प्रीति का थकापन में रहते समय में वचन है जो हमें सहायता करता है और एक आत्मिक और एक नयापन और एक ताजगी में लेकर जाता है. നമ്മള് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ കൂടി വരുന്നെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ അവര് വിവേചിക്കാഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെ അവരെ ഓർക്കാത്തത് കൊണ്ട് കൂടിവരവുകളിൽ ഒരു ആത്മീയ ചൈതന്യം ഇല്ല എന്ന് നമ്മള് തിരുവചനത്തിൽ പലയിടത്തും വായിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 5:12. यशायाह 5:12 के अनुसार जब हम पढ़ते समय में हम देखते हैं कि इस्राएल के जीवन में बहुत बार उन लोग के जीवन में सही रीति से आत्मिक उन्नति नहीं होने की वजह से उनका आराधना में हमेशा एक कमी उनके जीवन में होता था. इसके लिए एक उदाहरण के लिए हम ये वाक्य को हम पढ़ रहे हैं. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലിയെ വിചാരിക്കുന്നില്ല. അങ്ങനെ എന്റെ ജനം അറിവില്ലാത്തവർ ആകയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. 5:12 में जब पढ़ते समय में वहां पर हम देखते हैं कि उनकी 5:12 पढ़े. उनकी जीवनारों में वीणा सारंगी डफ बांसुरी और ताकमधु ये सब पाए जाते हैं, परंतु वे यहोवा के कार्य की ओर दृष्टि नहीं करते और उसके हाथों के काम नहीं देखते. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. तो यहाँ पर हमें समझना है कि वो क्या है परमेश्वर का हाथों का काम का बातें. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ആകാശം സൃഷ്ടിച്ചതും ഭൂമി ഉളവാക്കിയതുമായ ആ പ്രവൃത്തിയെ കുറിച്ചല്ല, സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചല്ല. ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഫറവോനോട് ഇടപെട്ടതും കുഞ്ഞാടിനെ അറുത്തതും പെസഹ ആചരിച്ചതുമായ വിഷയങ്ങൾ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണമായിരുന്നു. तो यहाँ पर जब प्रभु के परमेश्वर के हाथों का काम बोलते समय में उसको हम लोग इस बात पर सीमा नहीं करना है कि परमेश्वर ने जो दुनिया बनाया, आकाश भूमि बनाया, सृष्टि बनाया, उस विषय पर नहीं है, परंतु किस रीति से परमेश्वर ने इस्राएली लोगों को अद्भुत रीति से फरोन के हाथों से छुटकारा देकर, मिस्र देश से छुटकारा देकर कनान देश में लेकर आया. ये सब बातों को इस्राएली लोग हमेशा प्रभु ने उनको बचाया है करके बात को लोग मनन करना चाहिए था. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് രണ്ട് രീതിയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഉള്ളത്. तो इसलिए प्रभु का कार्य हमारे विषय में देखते समय में दो तरीके का है या दो तरफ से दो रीति से है. ഒന്ന്, നമ്മൾ പണിതതെല്ലാം ഇടിച്ചു കളയുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. एक प्रभु का काम एक ऐसा काम है, उसमें से एक हम देखते हैं कि जो हमने बांध काम करके रखा है, जो हमने बना के रखा है, उसको तोड़ देना. നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് ഒക്കെ ഈ നമ്മളിൽ ഉളവായിട്ടുള്ള ഇമാജിനറി നമ്മുടെ മൈൻഡിലുള്ള ജ്ഞാനം നമ്മൾ ലോകത്തിൽ നിന്ന് പ്രാപിച്ചതെല്ലാം
ദൈവത്തിൻ്റെതായ കെട്ടുപണിക്ക് വിരുദ്ധമായിട്ടുള്ളത് കൊണ്ട് ദൈവം ആദ്യം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത് ഇടിച്ചു കളയുക എന്നുള്ളതാണ്. तो हम जब देखते समय में हमारा जीवन में मनुष्य का स्वाभाविक जीवन में मनुष्य जो स्वाभाविक रीति से संकल्प करता है, विचार करता है, उस विचार और संकल्प से उसने जो ज्ञान उसने उत्पादन किया है, उस ज्ञान से जो उसने अपना दुनिया बनाया है, माहौल बनाया, परिस्थिति बनाया है, ये सब बातें हम देखते हैं परमेश्वर का आलोचना से, परमेश्वर के विचारों से खिलाफ है। इसलिए सबसे पहला परमेश्वर बांधने से पहले कुछ बातों हमारा ये बातों को जो स्वाभाविक रीति से उत्पन्न हुआ है उसको तोड़ेगा। അപ്പൊ യെരുശലേമിനെ പണിയുന്നതിനുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നതിനുള്ള ബന്ധത്തിൽ ആദ്യം യിരെമ്യാവ് പ്രവാചകൻ മുഖാന്തരം ദൈവം പറയുന്നത്, നിങ്ങളെ ഞാൻ പണിയണമെങ്കിൽ ആദ്യം നിങ്ങൾ പണിതത് ഞാൻ ഇടിച്ചു കളയണം. पहला परमेश्वर यरूशलेम को अगर आशीष करना था या यरूशलेम को उन्नति करना था, उत्तेजना उनमें लाना था, तो उनको प्रभु पहला यिर्मयाह के द्वारा उनको एक बात बताता है कि हे इस्राएल, तुम लोगों ने जो तुम्हारी इच्छा के अनुसार जो बनाया है उसको मैं पहला तोड़ूंगा। അപ്പോൾ നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 28 വാക്യം ഒന്ന് വായിക്കാം. उसका 31 का हम लोग 28 में जब हम पढ़ते हैं, 31 का 28 में हम देखते हैं, और जिस प्रकार से मैं सोच सोचकर उनको गिराता और ढाता, नष्ट करता, काट डालता और सत्यानाश ही करता था, उसी प्रकार से मैं अब सोच सोचकर उनको रोपूंगा और बढ़ाऊंगा। यहोवा की यही वाणी है। ഇവിടെ നോക്കുക, ബിൽഡ് ചെയ്യുന്നതിന് മുൻപേ ദൈവം നമ്മളിൽ പണി ആരംഭിക്കണമെങ്കിൽ വേറൊരു കാര്യം ദൈവത്തിന് ചെയ്യാനുണ്ട്. നമ്മളിൽ നിർമ്മിതമായ സ്വയ ജഡത്തിൽ അല്ലെങ്കിൽ ലോകപ്രകാരം നമ്മൾ പണിതതിനെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. तो इसके लिए यहाँ पर देखो, प्रभु वहां पर बांधने से पहले, बांधने का काम करने से पहले सबसे पहला प्रभु का कार्य वहां पर वो क्या करता है, वो नाश करता है, उसको तोड़ता है, सत्यानाश करने का अवस्था। ये अवस्था भी प्रभु का एक कार्य है। അവിടെ ഇടിച്ചു കളയുക, നശിപ്പിക്കുക, കഷ്ടം വരുത്തുക എന്നുള്ള കാര്യത്തിൽ ദൈവം ഒരു പ്രത്യേക ജനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കാരണം ഇത് അവരെ പണിയാൻ വേണ്ടിയാണ് ഇടിച്ചു കളയുന്നത്. तो यहाँ पर जब हम पढ़ते समय में मैं नष्ट करूंगा, काट डालूंगा, सत्यानाश करूंगा, ये सब बातें बोलते समय में ये सिर्फ एक ही प्रकार के झुंड के लोगों के लिए बोल रहा है, दुनिया भर के लोगों के लिए नहीं है। और ये प्रकार के लोगों को क्यों बोल रहा है, ताकि प्रभु उनको बांध सके और उन्नति से, मजबूती से बढ़ा सके, इसके लिए। അവിടെ അവരെ അനുഗ്രഹിക്കുന്ന കാര്യമാണ് 31 അധ്യായത്തിൽ വായിക്കുന്നത്. അവരെ പണിയുന്ന കാര്യമാണ് അതിന്റെ 12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. और उसका 12 वाक्य में उनको बांधने का काम के बारे में वहां पर हम पढ़ते हैं, അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഹോഷിച്ചുല്ലസിക്കും. ധാന്യവും വീഞ്ഞും എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന ഒരു തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകുകയില്ല. 12 पढ़ेंगे। इसलिए वे सियोन की चोटी पर आकर जय जयकार करेंगे और यहोवा से अनाज, नया दाखमधु, टटका तेल, भेड़ बकरियां और गाय बैलों के बच्चे आदि उत्तम उत्तम दान पाने के लिए तांता बांध कर चलेंगे, और उनका प्राण सींची हुई बारी के समान होगा और वे फिर कभी उदास ना होंगे। അപ്പോൾ അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന ഒരു തോട്ടം, और उनका प्राण वहां पर देखो एक ठंडा किया हुआ या सींचा हुआ बारी के समान होगा। എന്ന് പറഞ്ഞാല് വാട്ടേഡ് ഗാർഡൻ. ദൈവമാണ് തന്റെ പണി ആരംഭിക്കണമെങ്കിൽ ആദ്യം ഇടിച്ചു കളഞ്ഞിട്ട് അവരുടെ ഡ്രൈ ആയിരിക്കുന്ന ഉണങ്ങിയ അവസ്ഥയിൽ നിന്നും അവരെ ഒരു നനവുള്ള തോട്ടം പോലെ അവരെ ആക്കി തീർക്കുന്നത് കർത്താവാണെന്ന് പറയും. ഇതാണ് പണിയുക എന്നുള്ളത്. तो यहाँ पर इसके लिए प्रभु जब वहां पर उसका प्राण को सींचा हुआ बारी के समान अगर काम करना है, तो सबसे पहला प्रभु नाश करेगा। वो नाश करते समय में नाश होने के बाद क्या हो जाता है, सूख जाता है। वो सूखा हुआ अवस्था में प्रभु वहां पर पानी डालकर उसको सींच कर वो बारी को क्या करता है, उसको बनाता है, ताकि उसमें बांध काम हो सके। അപ്പം ദൈവം ഇടിച്ചു കളയുന്ന കാര്യത്തെ കുറിച്ചുള്ള അറിവ്, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ അറിയേണ്ടത്. നമ്മൾ പറയുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് തന്റെ പണി നടത്താൻ ക്രൂശിൽ എന്നെ ഇടിച്ചു കളഞ്ഞത് എന്നതിന്റെ ഒരു പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. അതിന്റെ കംപ്ലീറ്റ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തു തീർത്ത ശുശ്രൂഷയുടെ ഒരു പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. इसके लिए सबसे पहला बात, एक विश्वासी को ये बात जानना जरूरी है कि प्रभु बांधने से पहले प्रभु कुछ बातें तोड़ता है। उस तोड़ने का अवस्था है जो हर विश्वासी को जानना चाहिए, जो प्रभु हमारा कलवरी क्रूस में हमारे लिए वो काम किया है।
അപ്പൊ എന്തൊക്കെയാണ് ക്രൂശിൽ ഇടിച്ചു കളഞ്ഞത്? പുതിയ നിയമത്തിൽ നമുക്കറിയാം, നമ്മുടെ ജഡം, ലോകം, സ്വയം, ന്യായപ്രമാണം, അങ്ങനെ നമ്മുടേതായിരിക്കുന്ന ഇച്ഛകളെ, ആഗ്രഹങ്ങള്, ഇതൊക്കെയും ഓരോ വാക്യം എടുത്തെടുത്ത് കംപ്ലീറ്റ് പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ ഏതിനെയൊക്കെ ഇടിച്ചു കളഞ്ഞു എന്നുള്ളത്. इसके लिए नए नियम के अनुसार जब हम देखते समय में उस क्रूस में प्रभु ने क्या क्या नाश किया, ये हम नए नियम में हम देखते हैं। हमारा स्वयं को, पुराना मनुष्य को, पाप को, व्यवस्था को, ये सब बातों को, यहाँ तक कि हमारे इच्छा, भावना, ये सब बातों को हम सीखते हैं और समझते हैं कि प्रभु ने ये सब का नाश किया क्रूस पर। അപ്പം യേശു ക്രിസ്തു നമ്മളിൽ ഇടിച്ചു കളഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്, അതാണ് ക്രൂശിനെ കുറിച്ചുള്ള പരിജ്ഞാനം. तो इसके लिए प्रभु ने जो हमारे अंदर जो नाश का काम किया है, जो बातों को तोड़ा है, वो बात को जान, उसका ज्ञान होना, पहचान होना जरूरी है। वही ये क्रूस का पहचान। അപ്പൊ ഇടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഇനി പണി നടക്കേണ്ടതിന് ദൈവം അവന്റെ ആത്മാവിൽ നമ്മളെ സീല് ചെയ്ത് വേർതിരിക്കുകയാണ്. इसके लिए प्रभु उस बांध काम करने से पहले प्रभु ने जो बात तोड़ दिया है, तोड़ने के बाद, नाश करने के बाद प्रभु अपना आत्मा का छाप हमें देता है ताकि वो हमें बांधने का काम शुरू कर सके. അത് നമുക്കറിയാം, നമുക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് കൊണ്ട് കവർ ചെയ്യാണ്. കാരണം ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തി, നമ്മൾ ചെയ്ത പാപത്തെ മുഴുവനും നീക്കിയിട്ട് ബ്ലഡ് കൊണ്ട് നമ്മളെ കവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കവർ ചെയ്ത വ്യക്തിയെ ഹോളി സ്പിരിറ്റ് സീല് ചെയ്യുന്നു. ഈ സീല് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി ദൈവത്തിന്റെ പ്രവൃത്തി ബിൽഡിംഗ് നടക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ ബിൽഡിംഗ് പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ്. प्रभु ने क्रूस में जब ये काम करते समय में उन्होंने एक काम क्या किया था, वो है छुटकारा हमको दिया। वो छुटकारा देते समय में वो अपना लहू के द्वारा है जो हमें छुटकारा देकर अब हमें आजाद किया है। उस छुटकारा का दाम में हम देखते हैं कि हमारा वो पुराना अवस्था को वहां पर खत्म होने के बाद वो छुटकारा मिलते ही क्या हो जाता है, वो आत्मा से छाप हमको करता है। आत्मा का छाप क्यों कर रहा है? ताकि अभी से ये विश्वासी के अंदर प्रभु अभी कुछ बांधने वाला है, उसका सबूत के लिए शुरू करने वाला है। इसके लिए प्रभु वहां पर उसको छाप डालता है आत्मा का. അപ്പം നമ്മൾ എഫെസ്യ ലേഖനം 1:13 നമ്മുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം അതാണ് ക്രോസ്. इसलिए एफेसियों का पुस्तक 1:13 में जब हम पढ़ते समय में वहां पर हम देखते हैं उस क्रूस के बारे में हम देखते हैं. നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും वहां पर हम देखते हैं कि उसने तुम्हें അവനിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി നീക്കിക്കളഞ്ഞു. അതാണ് അവന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹം. जो तुम्हारा उद्धार का सुसमाचार है, जिस पर तुमने विश्वास किया करके बोलते समय में मतलब क्या है, उस उद्धार का सुसमाचार में जब हमने विश्वास किया, मतलब प्रभु ने जो मेरे लिए कार्य किया है, जो प्रभु का पसंद की बातें हैं, उस पर मैं विश्वास कर रहा हूँ. वो है वो सुसमाचार की बात. അവിടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി, എല്ലാം ഫിനിഷ് ചെയ്തു. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 19:30 हम लोग यूहन्ना 19:30 में कहता है, प्रभु कहते हैं क्रूस में कहता है कि सब कुछ खत्म हो गया. എന്തൊക്കെ ഖതമായി? क्या क्या खत्म हुआ? നമ്മളിൽ വന്നെത്തിയിരുന്ന പാപങ്ങള്, നമ്മുടെ ജഡത്തിന്റെ പ്രകൃതി, നമ്മുടെ സ്വയം, ലോകത്തിൻ്റെതായ ലോകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കർത്താവ് അവിടെ ക്രൂശിൽ അവസാനിപ്പിച്ചു. उस क्रूस में प्रभु ने जब पूरा किया बोलते समय में, वो खत्म किया बोलते समय में, हमारे जीवन में आने वाला जो पाप का बातें, पापों का बातें, स्वयं की बातें, ये सब बातों को प्रभु ने उसको खत्म किया. അതിനെയാണ് ഇടിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നത്. उसी को वहां पर उसका अर्थ है कि मैं तोड़ दूंगा करके, जो हम लोग ഐസായ में पढ़ा. അങ്ങനെ യേശു ക്രിസ്തു ഇടിച്ചു കളഞ്ഞ അതേ ബേസിൽ നിന്നുകൊണ്ട് നമ്മളെ ഇനിയും പരിശുദ്ധാത്മാവ് പണിയുകയാണ്. അതാണ് നമ്മള് എഫേസ്യ ലേഖനം 2:22 വായിക്കുന്നത്. और फिर जहां पर प्रभु ने हमें तोड़ा है, वहीं पर ही प्रभु वहां पर बांधने का काम भी करता है. जो हम एफेसियों का पुस्तक 2 अध्याय चैप्टर 2 वर्स, അതിന് 21 വാക്യം, उसका 21वां वाक्य में हम पढ़ते हैं, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ചു പണിതു വരുന്നു. पढ़ेंगे 21-22, जिसमें सारी रचना एक साथ मिलकर प्रभु में एक पवित्र मंदिर बनती जाती है, जिसमें तुम भी आत्मा के द्वारा परमेश्वर का निवास स्थान होने के लिए एक साथ बनाए जाते हो. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പ്രകൃതി നമ്മളിൽ കൊണ്ടെത്തിക്കുന്നതാണ് ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ഈ വർക്ക്. നമ്മളെ ഒരു മന്ദിരമായി പണിയുന്നു, നമ്മളെ ശരീരമായി പണിയുന്നില്ല. കാരണം
നമ്മൾ ഓൾറെഡി ക്രിസ്തുവിന്റെ ശരീരമാണ്. तो इसके लिए हमें जब प्रभु हमें बांधता है करके बोलते समय में वो प्रभु हमें उस बांध काम में करता है करके हम लोग पहले से ही प्रभु का एक बांधा हुआ निवास स्थान बन चुके हैं. हमें हमारे शरीर को नहीं बांध रहा, बल्कि हमें हम लोग ऑलरेडी उस क्रूस में जब एक होते समय में हमें बांध दिया है. നമ്മൾ പരിശുദ്ധ രക്ഷിക്കപ്പെടുമ്പോൾ ശരീരത്തിന്റെ ഒരു അവയവമായി കഴിഞ്ഞു. क्योंकि हम लोग का नया जन्म होते समय में प्रभु का उस देह में हम लोग एक अंग हो चुके हैं. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 12 ഉം 13 വാക്യത്തിൽ വായിക്കുന്നത്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരു ആത്മാവിൽ സ്നാനമേറ്റ് എല്ലാവരും ഒരു ആത്മാവിൽ പാനം ചെയ്തിരിക്കുന്നു. അപ്പം ഒരു ശരീരമാകാൻ ആത്മാവിൽ സ്നാനമേറ്റ് നമ്മൾ ഒരു ശരീരമായി കഴിഞ്ഞു. രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ശരീരമായി തീരുക എന്നുള്ളത്. ഇനി ശരീരമാകാൻ നമ്മൾ അധ്വാനിക്കേണ്ട, ശരീരമാകാൻ നമ്മൾ ശ്രമിക്കരുത്. ശരീരമാകുന്നത് പണിയപ്പെടുന്നതല്ല, ശരീരമായവരിൽ ചേർത്തുകൊണ്ട് ഒരു പണി നടക്കുകയാണ്. ശരീരമാകാനല്ല പണിയുന്നത്, മന്ദിരമായിട്ട് പണിയും. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് മന്ദിരമായി പണിയുന്നു. क्योंकि हम सब ने क्या यहूदी हो क्या यूनानी क्या दास क्या स्वतंत्र एक ही आत्मा के द्वारा एक देह होने के लिए बपतिस्मा लिया और हम सबको एक ही आत्मा पिलाया गया. तो वहां पर देखो एक देह हो चुका है करके वहां पर बोला गया है. इसके लिए हमें समझना है कि प्रभु जब उस पुनरुत्थान के द्वारा यानी जो प्रभु में विश्वास किया नया जन्म के द्वारा आत्मा का बपतिस्मा मिलने की वजह से हम लोग पहले से ही एक देह बन चुके हैं. तो एक देह बन चुके हैं बोलने के बाद फिर दोबारा प्रभु हमको देह नहीं बना रहा. जो प्रभु के देह में पहले से हो चुका है जो नया जन्म के द्वारा उनके अंदर प्रभु एक बांधने का काम कर रहा है. और वो बांधने का काम क्या है कि वो एक पवित्र मंदिर बनते जा रहा है. അപ്പൊ നമ്മളെ പണിയുന്നത് ഒരു ശരീരമാകാനല്ല, इसलिए हमें बांध रहा है करके बोलते समय में एक शरीर बनने के लिए नहीं हमें बांध रहा है. നമ്മൾ ഓൾറെഡി ശരീരമാണ്. क्योंकि हम लोग पहले से ही एक देह हो चुके हैं. ആ ശരീരത്തിന്റെ അകത്ത് ഒരു മന്ദിരമായി ദൈവത്തിൻ്റെതായിരിക്കുന്ന നിറവ് നമ്മളിൽ വരുന്നതാണ് ഹൃദയം എപ്പോഴും നനവുള്ള ഒരു തോട്ടമായി തീരുന്നത്. तो इसके लिए इस देह जो हम लोग ये प्रभु में जो एक देह बन चुके हैं, ये देह बने हुए लोग हैं, उन लोगों के अंदर प्रभु एक कार्य करता है, बांधने का काम करता है. और वो बांधने का काम है कि प्रभु उन सबको एक मंदिर बना रहा है. ये पवित्र मंदिर बनाने के लिए प्रभु क्या करता है, एक सींचा हुआ बगीचा के समान प्रभु उनके अंदर कार्य कर रहा है, उसके अंदर गिल्ला करता है उसको प्रभु. അപ്പം നമ്മള് കർത്താവിന്റെ ഫിനിഷ് വർക്കിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചുള്ള പരിജ്ഞാനം ആണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് പണി നടത്താനുള്ള അടിസ്ഥാനം. इसके लिए हमारे अंदर पवित्र आत्मा हमारे अंदर काम करने का नींव बात क्या है, प्रभु यीशु मसीह ने कलवरी क्रूस में जो काम को पूरा किया है उसके आधार पर है. उस पूरा काम का जो पहचान और जानकारी मिलने के आधार पर है पवित्र आत्मा हमारे अंदर कार्य करता है. നമ്മള് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ അവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. यिर्मयाह का पुस्तक में एक वाक्य पढ़ते हैं. യിരെമ്യാവിന്റെ പുസ്തകം അവിടെ അതിന്റെ 32 മുതൽ നമ്മള് ചില 32-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയില് കർത്താവിന്റെ ദാസൻ അതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. गया हफ्ता में प्रभु का दास ने इस विषय में इस वाक्य में पढ़ा था. അവിടെ യിരെമ്യാവ് ഒരു സ്ഥലം മേടിച്ച് അത് സീൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. वहां पर हमने देखा था कि यिर्मयाह ने एक जमीन को खरीदा और उसको उसमें एक छाप करने के लिए एक पर्ची वहां पर लिया जिसमें मोहर लगाकर उस जमीन को अपने में खरीद लिया था. അപ്പം അതിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് അറിയാം. तो उसके लिए 7 से 14 जब पढ़ते समय में वो बात को हम जानते हैं. അവിടെ 32-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ उसका 32 का 9 में जब हम पढ़ते हैं വെള്ളി തൂക്കി കൊടുത്തു. 9 पढ़ना तौल कर दे दिए. उसको 70 शेकेल तौल कर दे दिए. വെള്ളി തൂക്കി കൊടുത്തു എന്ന് കണ്ടില്ല. സ്ഥലം മേടിച്ചപ്പോൾ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുക കൊടുത്തു. और उसका दाम चांदी के 70 शेकेल तौल कर दे दिए. तो वहां पर उस 70 चांदी का 70 शेकेल को उसने तौल कर दिया. എന്നിട്ട് എന്ത് ചെയ്തു? और फिर क्या किया? ആധാരം എഴുതി മുദ്രയിട്ടു. फिर उसमें दस्तावेज में उसने दस्तखत किए. എന്ന് പറഞ്ഞാൽ മുദ്രയിടുക. അപ്പം വില യേശുക്രിസ്തു രക്തം ചെന്തി വീണ്ടെടുപ്പ് വില കൊടുത്തു.
तो दस्तावेज में दस्तखत करके उसमें मोहर लगाया। मतलब क्या है कि प्रभु ने अभी हमारे लिए मुक्ति का दाम उन्होंने भर दिया है। അപ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയപ്പോഴാണ് ദൈവത്തിന്റെ വകയായി ഹോളി സ്പിരിറ്റ് മുദ്രയിടുന്നത്. तो ये जो काम जो प्रभु की ओर से क्रूस में जब पूरा हो जाता है, होने के बाद है पवित्र आत्मा आकर उसमें छाप लगाता है, मोहर लगाता है। അപ്പൊ എത്ര ഇടിച്ചു കളഞ്ഞു അതനുസരിച്ചാണ് നമ്മുടെ അകത്ത് പണി നടക്കുന്നത്. तो इसलिए जितना तोड़कर उसको तोड़ा है उसके हिसाब से काम बांधने का काम भी होता है। അപ്പൊ എന്റെ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ഇടിച്ചു കളഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ എടുത്ത് എന്തെല്ലാമാണോ എന്നുള്ളത് പ്രായോഗിക വശത്ത് വിശ്വാസത്തിൽ എന്റെ ഹൃദയത്തിൽ ജഡമോഹം വന്നാൽ ഞാൻ അതിനെ ക്രിസ്തു കാൽവറി ക്രൂശിൽ ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസത്താൽ അതിനെ ഇടിച്ചു കളയണം. അതിനാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. तो इसके लिए अभी 2000 तो मेरे एक विश्वासी के जीवन में आज जब वो जीते समय में उसको एक बात समझना है कि 2000 साल पहले प्रभु ने मेरा आत्मिक जीवन का जीने के लिए प्रभु ने कुछ कार्य किया है। तो अभी उदाहरण के तो उसका छुटकारा का अनुभव मुझे आज व्यक्तिगत जीवन में जब मैं जीते समय में उसका अनुभव मुझे उठाना है और वो विश्वास के साथ करना है। उदाहरण के लिए मेरे अंदर जो अभिलाषा और मोह उत्पन्न होता है, तो आज मैं व्यक्तिगत जीवन में जब मैं जीते समय में ये मोह और अभिलाषा ऊपर उठकर आता है, तो मैं क्या विश्वास करता हूँ कि 2000 साल पहले कलवरी क्रूस में प्रभु ने उस मोह के लिए मुझे प्रभु उसमें मरकर मुझे छुटकारा दिया। ये बात मुझे आज विश्वास करना है। അപ്പോൾ ഇവിടെ നമ്മള് ഗലാത്യ ലേഖനം പൗലോസ് ഒരു കാര്യം പറയുകയാണ്. गलतियों का पुस्तक में पौलुस एक बात कहता है, ഗലാത്യ ലേഖനം 2:18 2:18 में हम पढ़ते हैं। അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ. 2:18 में पढ़ेंगे, क्योंकि जो कुछ मैंने गिरा दिया यदि उसी को फिर बनाता हूँ तो अपने आप को अपराधी ठहराता हूँ। ഇതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു ഇടിച്ചു കളഞ്ഞ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ പണിതാൽ എന്നിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പണി നടക്കത്തില്ല. കാരണം ഞാൻ തന്നെ പണിയുന്നവനായി തീരുകയാണ്. तो उसके लिए कलवरी क्रूस में प्रभु ने मेरे अंदर का कुछ बातों को गिराया है, कुछ बातों को नाश किया है। उस गिराया हुआ नाश किया हुआ बातों को अगर यदि मैं खुद जाकर उसको फिर से अगर बनाने जाऊंगा तो क्या हो रहा है? मैं प्रभु के खिलाफ कार्य कर रहा हूं, क्योंकि मैं स्वयं से मैं कुछ कार्य करने देख रहा हूं। നമ്മൾ ഇടിച്ചു കളയാൻ കാരണം കർത്താവ് ചെയ്ത കാര്യം വിശ്വാസത്താൽ നമ്മുടെ പ്രായോഗിക വശത്തെ നമ്മളെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മോർട്ടിഫൈ ചെയ്യുന്നതിനെയാണ് ഇടിച്ചു കളയുക എന്ന് ഉദ്ദേശിക്കുന്നത്. कोलोसी का पुस्तक 3:5 में जब हम पढ़ते समय में तो वहां पर 3:5 में इसलिए अपने अंगों को मार डालो करके जो शब्द बोला है, इसी को ही हम कहते हैं कि वो नाश हुआ है करके, ये जो प्रभु ने कलवरी क्रूस में नाश किया है करके बोलते हैं। इसको हमें विश्वास करते समय में कभी वो विश्वास के द्वारा वो नाश हो रहा है। അതാണ് നമ്മള് 3:5 വായിക്കുന്നത്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ളത് നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇത് യേശുക്രിസ്തു ക്രൂശി മരിപ്പിച്ചു, അതിനെ നശിപ്പിച്ചു. പക്ഷെ പ്രായോഗിക വശത്ത് എന്നിൽ അത് ആ വിശ്വാസമായി വരാത്ത കാലത്തോളം ഞാൻ ഈ വക കൊണ്ട് എന്റെ ഹൃദയം പണിയുന്നു. तो इसके लिए अभी क्या हुआ? वाक्य 5 में पढ़ते कि इसीलिए अपने अंगों को तुम मार डालो जो पृथ्वी पर है, अर्थात व्यभिचार, अशुद्धता, दुष्कामनाएं, बुरी लालसा और लोभ, ये सब और ये सब बातें ये क्या करता है? ये सब आज व्यक्तिगत जीवन में जब मैं जीते समय में यदि प्रभु ने ये सब को खत्म किया है करके यदि मैं विश्वास नहीं करूंगा तो क्या होगा? मैं ये सब बातें लेकर मेरे अंदर में बांधने का काम मैं शुरू करूंगा। അപ്പോൾ നമ്മള് ഇതിനെക്കുറിച്ച് നമ്മള് റോമലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. रोमियो 8:13 में हम पढ़ते हैं। റോമലേഖനം 8:13 8:13 पढ़ेंगे, क्योंकि यदि तुम शरीर के अनुसार दिन काटोगे तो मरोगे, यदि आत्मा से देह की क्रियाओं को मारोगे तो जीवित रहोगे। ആത്മാവിനാൽ आत्मा के द्वारा ജഡത്തിന്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ നമ്മളെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഇടിച്ചു കളഞ്ഞ കാര്യങ്ങളെ നമ്മൾ പണിയരുത്. ആത്മാവ് പണി നടത്തണമെങ്കിൽ യേശു ചെയ്ത പ്രവൃത്തിയെ കുറിച്ചുള്ള വിശ്വാസം, ക്രൂശിനെ കുറിച്ചുള്ള വിശ്വാസം.
इसके लिए प्रभु अगर मेरे अंदर कुछ काम करना है, मेरे अंदर बांधने का काम अगर करना है, तो प्रभु ने क्रूस में आत्मा के द्वारा मेरे देह के अंदर की जो जो बातों को मार डाला है करके, वो बात को मुझे आज विश्वास करना जरूरी है। ये विश्वास करेगा तो ही आत्मा मेरे अंदर कार्य करेगा, बांधने का काम मेरे अंदर शुरू करेगा। नहीं अगर मैं विश्वास कर रहा है तो मैं कुछ शरीर में मैं फिर कुछ बांध रहा हूँ। അപ്പം അവിടെ ഗലാത്യ ലേഖനത്തിൽ കർത്താവിന്റെ ദാസൻ ഒരു കാര്യം 2-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്. तो गलतियों का पुस्तक 2 अध्याय में प्रभु का दास वहां पर एक सवाल पूछता है. അവിടെ അതിന്റെ 17-ാം വാക്യം, 17वां वाक्य में, അതായത് എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ പാപിയാക്കുന്ന ശുശ്രൂഷയാണോ യേശു ചെയ്തത്, അതോ ഒരു മനുഷ്യനെ നീതിമാനാക്കുന്ന ശുശ്രൂഷയാണോ യേശു ക്രൂശി ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. हम जो मसीह में धर्मी ठहरना चाहते हैं, यदि आप भी पापी निकले तो क्या मसीह पाप का सेवक है? तो ये सवाल, इसका सवाल का अर्थ क्या है? प्रभु ने जो कार्य किया है, जो सेवा किया है, उस प्रभु ने का जो कार्य से, उसके वजह से हम पापी ठहराए जा रहे हैं या धर्मी ठहराए जा रहे हैं? ആ യേശുവിന്റെ ശുശ്രൂഷ എന്താണ്? तो यीशु मसीह का सेवा क्या था? അപ്പം എന്നിലുള്ളത് ഇടിച്ചു കളഞ്ഞാണ് യേശു എന്നെ നീതിമാനാക്കുന്നത്. तो यीशु मसीह जो मेरे अंदर जो पुराने बातें था उसको नाश करके, उसको तोड़ने के बाद ही फिर प्रभु मुझे धर्मी ठहराने का काम मेरे अंदर बांध रहा है. അപ്പൊ ഇടിച്ചു കളയുന്നത് എന്തിനു വേണ്ടിയാണ്? तो मेरे अंदर की क्या बातों को नाश कर रहा है, तोड़ रहा है? എന്നിൽ ആത്മാവിന്റെ ഫലം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇടിച്ചു കളയുന്നത്. ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള ആത്മാവിന്റെ ആ ബില്ലപ്പ്, അതാണ് നമ്മുടെ ഹൃദയത്തിൽ നടക്കേണ്ടതെങ്കിൽ ഇടിച്ചു കളയാതെ ഞാൻ കുറഞ്ഞു വരുന്ന അനുസരിച്ച് ക്രിസ്തു എന്നിൽ വർദ്ധിച്ചു വരും. तो मेरे अंदर क्यों नाश कर, प्रभु मुझे नाश करने का उद्देश्य क्या है? वो नाश करने का ये उद्देश्य है ताकि मेरे अंदर आत्मा का फल प्रकट हो. आत्मा का फल प्रकट होना है, जो प्रेम है, आनंद है, शांति, ये सब बातें प्रकट होने के लिए प्रभु मेरे अंदर कुछ बातों को तोड़ रहा है, निकाल रहा है, क्रूस में मुझे खत्म करने के लिए, क्रूस में खत्म करने देख रहा है, तभी आत्मा का कार्य मेरे अंदर होगा. അപ്പൊ യേശു ക്രിസ്തു എന്ത് ചെയ്തു? यीशु ने क्या किया? നമ്മുടെ ഹൃദയം പണ്ട് പാപപരമായ രീതിയിൽ ഒരുപാട് ജഡത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് ഫലം കായ്ച്ചു. അതാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്, 2-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇങ്ങനെയുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയം നമ്മൾ പണിതതാണ്, നമ്മളെ ലോകപ്രകാരം. എന്നാൽ ഇതിനെയെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചു. എന്നിട്ട് താഴെ പറയുന്ന ആത്മാവിന്റെ പ്രവൃത്തി, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇങ്ങനെയുള്ള ക്രിസ്തുവിന്റെ വെർച്യു കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പണിയാൻ വേണ്ടിയാണ് ഒരു ശരീരമാക്കി തീർത്തിരിക്കുന്നത്. तो इसके लिए वहां पर, इसलिए हमारा पहला अवस्था कैसा था? जब हम लोग पहले विश्वास में आने से पहले, या पुराना अवस्था क्या था? हमारे अंदर शरीर का काम हमारे अंदर प्रकट होता था, जो गलतियों की पुस्तक 5:19 से पढ़ते समय में हम देखते हैं, अर्थात व्यभिचार, गंदे कामे, लुचपन, मूर्ति पूजा, टोना, बैर, झगड़ा, ये सब बातें, ईर्ष्या, क्रोध, ये सब बातें हमारे अंदर होता था. डाह, मतवालापन, लड़कता, क्रोध, ये सब बातें हमारे अंदर कार्य होने की वजह से हमारे ये सब बातों, हम लोग ये सब बातों को हमारे अंदर बांध कर हम लोग बड़ा हो रहे थे. लेकिन प्रभु ने ये सब बातों को क्रूस में खत्म किया. क्रूस में खत्म करके फिर क्या किया? आत्मा का फल से भर दिया, जो प्रेम है, आनंद, मेल, धीरज, कृपा, भलाई, विश्राम, नम्रता, संयम, ये सब बातों से हमें भरने के लिए, ये सब बातें हमारे अंदर करने के लिए वो हमें एक देह बनाया है. एक देह बनाया है तो ही ये सब काम, हमारे आत्मा का काम हमारे अंदर होगा. ഇപ്പൊ നമ്മള് 46-ാം സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ വിഭജനം കാണാൻ കഴിയും. ഒന്ന്, 46-ാം സങ്കീർത്തനത്തിലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആത്മാവ് പണിയുന്നതും, അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മളിൽ പ്രവർത്തിച്ചതായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നതും പണിയുന്നതും. അതായത് മിനിസ്ട്രി ആൻഡ് വർക്ക്, രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പണിയുന്ന കാര്യമാണ്, അതാണ് മിനിസ്ട്രി.
एक एक हम देखते हैं भजन संगीता 46 में जब हम पढ़ते समय में उसका एक से 6 तक पढ़ते समय में वो है प्रभु ने जो मेरे लिए कार्य किया है। നമ്മൾ 4-ാം വാക്യം, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്ന ദൈവനിവാസത്തിൽ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വാസികളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. वहां पर हम पढ़ते एक नदी है जो परमेश्वर का नगर है और परमात्मा का पवित्र जीवन भवन में उसमें आनंद होता है। ये सब प्रभु ने एक विश्वासी के अंदर किया हुआ कार्य की बातें है। ദൈവം അതിന്റെ നടുവേ ഉണ്ട്, ദൈവം അതിന്റെ നടുവേ ഉണ്ട്, ദൈവം അതിന്റെ നടുവേ ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നത് 7-ാം വാക്യത്തിൽ വായിക്കുന്നു. और फिर हम देखते हैं कि परमेश्वर उसके बीच में है, परमेश्वर वहां पर कार्य करता है। यहोवा परमेश्वर सेनाओं का यहोवा हमारा संग है करके 5 और 7 में हम पढ़ते हैं। എന്നാൽ 8 മുതലുള്ള വാക്യങ്ങൾ വേറെ കാര്യം. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. परंतु അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. കാരണം മനുഷ്യൻ പണിത പണിയെ ദൈവം ശൂന്യമാക്കി ചെയ്തു, ദൈവം അതിനെ എംപ്റ്റിയാക്കി. परंतु अभी 8वां वाक्य से पढ़ते समय में प्रभु ने जो बातें नाश का काम किया है वो बातों को वहां पर हम देखते हैं। वहां पर हम देखें याहो, आओ 8 पढ़ना। आओ यहोवा के महाकर्म देखो कि उसने पृथ्वी पर कैसा कैसा उजाड़ किया है। देखो ये पृथ्वी पर हमारे अंदर क्या क्या उजाड़ने का काम प्रभु ने किया है करके ये वाला काम जो है वो 8 से 11 पढ़ते समय में हम देखते हैं। അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. वहां पर हम देखते हैं कि उन्होंने पृथ्वी पर कैसा 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 बातों को उजाड़ किया है। എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ആ ശൂന്യത വരുത്തി എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആക്കി അല്ലെങ്കിൽ ഡിസലേറ്റ് ചെയ്തു. അതിനെ കൃഷി ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ജഡം ഇനിയും വളരാൻ കഴിയാത്ത രീതിയിൽ ദൈവം അതിനെ തകർത്തു കളഞ്ഞു എന്നാണ്. तो उजाड़ किया है करके बोलते समय में उसको खत्म किया, यानी कि एक ऐसा अवस्था में लेकर आया कि एकदम सूख गया है, एकदम मुरझाया हुआ है, अभी उसके अंदर कार्य नहीं हो सकता। इस रीति का उजाड़ने का अवस्था, सूख गया अवस्था में वो आया है। അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച്, അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവൻ ഭൂമിയുടെ അറ്റം വരെ ഈ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു എന്ന് പറഞ്ഞാൽ वह पृथ्वी के छोर तक लड़ाइयों को मिटाता है, वह धनुष को तोड़ता और भाले को 2 टुकड़े कर डालता है और रथों को आग में झोंक देता है। അപ്പൊ നമ്മുടേതായിരിക്കുന്ന പ്രവൃത്തികളെ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ നമ്മൾ നേരത്തെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കണ്ട ആ ജഡത്തിന്റെ കാര്യങ്ങളെ യേശു ക്രിസ്തു ചുട്ട് ഭസ്മീകരിച്ചു ക്രൂശിൽ. എന്നിട്ട് ഒരു പുതിയ ഹൃദയമാക്കി ആത്മാവിൽ നമ്മുടെ ഹൃദയം കൃഷി ചെയ്യാവുന്ന രീതിയിൽ ഹോളി സ്പിരിറ്റിനാലുള്ള ഫലം നിറയിക്കുക എന്നുള്ളതാണ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അത് ഓരോ വിശ്വാസിയിലും കർത്താവ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. तो वहां पर हम इसलिए हम प्रभु वहां पर पढ़ते हैं, पहला प्रभु ने हमारे पृथ्वी पर हमारे अंदर उजाड़ा है करके बोलते समय में उजाड़ कर पूरा तोड़ दिया है करके इसका अर्थ क्या है? उसने धनुष को तोड़ा, तलवार को तोड़ा, ये सब भालों को तोड़ा, तोड़ दे। ये सब बातें क्या दिखाता है? हमारे अंदर का जो शरीर के कार्य है, जो हमने गलतियों का पुस्तक 5वां अध्याय में हमने पढ़ा, जो हम जिसको हमें बांध के रखे थे हम लोगों ने स्वयं से, वो सब बातों को प्रभु ने क्या किया? हमारे अंदर से प्रभु उसको तोड़कर उजाड़ दिया, खत्म कर दिया, ताकि और फिर पवित्र आत्मा को हमें दिया, ताकि वो पवित्र आत्मा आकर हमें सींच कर हमें गिला कर हमारे अंदर बांधने का काम कर सके। അപ്പൊ നമ്മള് സങ്കീർത്തനം 28-ന്റെ 5 കൂടെ വായിക്കാം. भजन संगीता 28 का 5 भी हम पढ़ते हैं। 28-ന്റെ 5 28 का 5 അവിടെ യഹോവയുടെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. वहां पर भी देखो यहोवा का कामों के बारे में कहता है। അതാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നതാണ് വർക്ക്. तो हाँ, यानी कि काम यानी कि है वो कार्य जो प्रभु ने किया है। എന്നാൽ നമ്മളിൽ പണിയപ്പെടുന്നതിനെ മിനിസ്ട്രി എന്നാണ് പറയുന്നത്. परंतु हमारे अंदर जो बांधने का काम आता है उसको सेवा बोलते हैं। അപ്പൊ ഇവിടെ യഹോവയുടെ പ്രവൃത്തിയെയും കൈവേലിയും വിവേചിക്കായി കൊണ്ട് അവരെ ബില്ല് ചെയ്യുന്നില്ല, അവരിൽ ഒരു മിനിസ്ട്രി ദൈവം ചെയ്യുന്നില്ല. तो इसलिए देखो यहोवा का कामों पर उसके हाथों के कामों पर तुम लोग ध्यान नहीं देते, इसके लिए क्या हो गया है? इसलिए वह उन पर उन्होंने पछाड़ता है और फिर उठाएगा। तो यानी तो प्रभु वहां पर इनको क्या कर रहा है? क्योंकि हम लोग प्रभु के कामों को जान नहीं सकते, तो प्रभु उनके अंदर बांधने का काम उनके अंदर नहीं कर सकता, क्योंकि उनका काम क्या है पहचानने नहीं होगा, तो उनका सेवा क्या है हमको समझ में नहीं आएगा। എന്തുകൊണ്ടാണ് അവിടെ നമ്മള് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പാപത്തിന്റെ വർക്കറോ ആണെന്ന് പറയാതെ ശുശ്രൂഷകനോ, ആ ശുശ്രൂഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മളിൽ ചെയ്യുന്ന ഹോളി സ്പിരിറ്റിന്റേതായിരിക്കുന്ന മിനിസ്ട്രിയാണ്. तो इसलिए आप लोग गलतियों का पुस्तक 2 का 18 में वहां पर हमने पढ़ा था, क्या मसीह उसका अशुद्ध पापों का सेवक है क्या करके बोला? कोई कार्य करने वाला है करके नहीं बोला, बल्कि सेवक करके बोला है। सेवा का विषय आते समय में वो क्या होता है?
वो हमारे अंदर बांध काम का विषय आता है, इसलिए वो सेवक का विषय में बोला है। അപ്പൊ രണ്ട് കാര്യമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്ന ഇടിച്ചു കളയലും ദൈവത്തിന്റെ മിനിസ്ട്രി എന്ന് പറയുന്ന പണിയപ്പെടലും. तो इसलिए ये दो बातें समझना, एक है प्रभु का कार्य और प्रभु का सेवा। प्रभु का कार्य जब बोलते समय में या कार्य या काम बोलते समय में, वो कार्य क्या है, वो सब हमारे अंदर तोड़ने का काम है, उजाड़ने का काम है। परंतु सेवा का विषय में आते समय में वो बांधता है, हमें एक मंदिर बनाने का, बांधने का काम का विषय में है, सेवा का करके बोलते हैं। ഇവിടെ നമുക്ക് വായിക്കാം, അതായത് നമ്മളെ 12 എഫേസ്യ ലേഖനം 4-ന്റെ 12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, एफेसियों का पुस्तक 4:12 में हम पढ़ते हैं, അവിടെ വായിക്കുകയാണ്, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യവും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും, വർക്കെന്നും വേലയെന്നും മിനിസ്ട്രി എന്നും രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. उसका 12 पढ़ना, जिससे पवित्र लोग सिद्ध हो जाए और सेवा का काम किया जाए और मसीह की देह उन्नति पाए। देखो उधर सेवा का काम करके बोला, दो बातें हैं, सेवा और काम। तो प्रभु आज हमारे अंदर सेवा का काम कर रहा है। അവിടെ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇടിച്ചു കളയുന്ന യേശുവിന്റെ വർക്കാണ് ക്രൂശിലെ. तो काम करके बोलते समय में काम क्या है, जो हमें क्रूस में जो हमें खत्म कर तोड़कर उजाड़ता है, वो काम है। എന്നാൽ ഹോളി സ്പിരിറ്റ് ക്രിസ്തുവിന്റെ പ്രകൃതി നമ്മളിൽ കൊണ്ടുവരുന്ന നമ്മളെ പണിയുന്നതാണ് അവിടുത്തെ മിനിസ്ട്രി. परंतु वहां पर सेवा करके बोलते समय में क्या है, वो हमारे अंदर बांधने का काम के विषय में, जो पवित्र आत्मा को हमारे अंदर देकर जो हमें बढ़ाता है, उन्नति कराता है, उस विषय का बात है सेवा। അപ്പൊ യേശു ക്രിസ്തു ഏതിന്റെ ശുശ്രൂഷകനാണ്? तो प्रभु यीशु मसीह किसका सेवक है? അവന് നമ്മളെ പണിയുന്ന ശുശ്രൂഷകനാണ്. वो हमें बांधने का विषय के लिए सेवक है। എന്ന് പറഞ്ഞാൽ അവനെയും കൊണ്ട് തന്നെ അവന്റെ ജീവനിലും അവന്റെ സ്വഭാവത്തിലും അവനെ പോലെ ആക്കാൻ നമ്മളിൽ യേശു ചെയ്യുന്ന ശുശ്രൂഷയും ആത്മാവിലാണ് അത് ചെയ്യുന്നത്. എന്നാൽ നമ്മളെ അങ്ങനെ ചെയ്യാൻ വേണ്ടി, നമ്മളെ പണിയാൻ വേണ്ടി ഇടിച്ചു കളയുന്ന വേലയും പണിയപ്പെടുന്ന ശുശ്രൂഷയും ഒരു ദൈവപൈതലിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ എത്താത്തത് കൊണ്ട് ദൈവത്തിന് അവരെ പണിയാൻ കഴിയുന്നില്ല. तो इसके लिए प्रभु जब हमारे अंदर कार्य करते समय में वो अपने आप को लेकर ही हमारे अंदर हमें बांधता है। तो प्रभु जो उपकरण जो इस्तेमाल करता है वो प्रभु स्वयं ही है। प्रभु ही वो वस्तु है जिससे हमें बांधता है पवित्र आत्मा के मदद से। परंतु आज विश्वासियों के जीवन में ये सेवा का काम यानी कि बांधने का काम का अनुभव क्यों नहीं हो पा रहा? क्योंकि प्रभु ने जो काम किया है, यानी जो उजाड़ने का काम है जो विश्वासी के जीवन में, ये विश्वासियों को अच्छी रीति से जानकारी ना होने की वजह से, उसका पहचान में ना पहुंचने की वजह से प्रभु उनके अंदर बांधने का काम नहीं कर पा रहा या नहीं हो पा रहा। അപ്പൊ നമ്മൾ റോമലേഖനം 8:3 വായിക്കുന്നത്, ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു വേല യേശുക്രിസ്തു നമ്മൾ ചെയ്തു എന്ന് അതാണ് ന്യായം വിധിച്ചു. रोमियो का पुस्तक 8:3 में जब हम पढ़ते समय में एक ऐसा काम था जो व्यवस्था शरीर के दुर्बलता के कारण नहीं कर सकता था, वो एक काम प्रभु ने हमारे अंदर किया। എന്ന് പറഞ്ഞാൽ അതാണ് വേല. तो वो काम है, वो कार्य है जो नाश करने का काम था, वो काम को प्रभु ने किया। അങ്ങനെ ജഡത്തെ നശിപ്പിച്ചു, ജഡത്തെ ദൈവം ന്യായം വിധിച്ചു, അതാണ് വേല. और फिर वहां पर हम देखते हैं कि शरीर के पाप को उसने दंड की आज्ञा दिया। ये दंड की आज्ञा वो है कार्य जो क्रूस में प्रभु ने किया, उसको खत्म कर दिया। हमारा पाप में शरीर को प्रभु ने उजाड़ दिया। ഇനി ഹോളി സ്പിരിറ്റ് നമ്മളെ സീൽ ചെയ്തുകൊണ്ട് ഹോളി സ്പിരിറ്റ് നമ്മളെ മിനിസ്ട്രി ചെയ്യുകയാണ്. അതാണ് നമ്മള് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. तो ये काम को उजाड़ने के बाद, हमारे अंदर पाप में शरीर को खत्म करने के बाद, फिर पवित्र आत्मा को हमें अंदर बेचकर हमें छाप दिया। छाप देने के बाद फिर प्रभु सेवा कर रहा है, हमें बांध रहा है, हमारा एक सेवा का काम कर रहा है। वो है वाक्य 4 में जब हम पढ़ते समय में हम देखते हैं। അപ്പം വേലയും മിനിസ്ട്രിയും തമ്മിലുള്ള നമ്മൾ വേല ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ ദൈവത്തിന് നമ്മളിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. तो इसके लिए प्रभु ने जो कार्य किया है और जो सेवा का काम किया है, ये दोनों बातें अच्छी रीति से जानना जरूरी है। प्रभु के कामों को अगर हम नहीं जानेंगे तो, जो उजाड़ने का काम है वो अगर नहीं समझेंगे तो, प्रभु जो सेवा का काम करता है, जो बांधने का काम है, वो हमको नहीं समझ में आएगा। നമുക്ക് ഒരു കാര്യം നോക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, യോഹന്നാ का सुसमाचार 10वां अध्याय, അതിന് 37-38 വാക്യങ്ങൾ വായിക്കാം. उसका 37-38 में हम देखते हैं,
यूहन्ना 10 का 37 पढ़ना। यदि मैं अपने पिता के काम नहीं करता तो मेरी प्रतीति न करो, 38 परंतु यदि मैं करता हूँ तो चाहे मेरी प्रतीति न भी करो, परंतु उन कामों की तो प्रतीति करो, ताकि तुम जानो और समझो कि पिता मुझ में है और मैं पिता में हूँ। അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? तो काम मतलब क्या है? അപ്പം ഇവിടെ നമ്മളൊരു കാര്യം, നമ്മൾ റോമലേഖനം അതിന്റെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം, यूहन्ना का सुसमाचार 6वां अध्याय, 6-ാം അധ്യായത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നു. 6 में हम एक वाक्य पढ़ते हैं, അതിന്റെ 6:28. उसका 28वां वाक्य में 28 पढ़े। उन्होंने उससे कहा, परमेश्वर के कार्य करने के लिए हम क्या करें? എന്ത് വർക്കാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? पर वहां पर सवाल पूछ रहे हैं कि लोग पूछ रहे हैं कि वो कौन सा कार्य है जिस पर हमें विश्वास करना है। അപ്പോൾ കർത്താവ് പറയുകയാണ് അതിന്റെ 29-ാം വാക്യത്തിൽ, प्रभु वहां पर 29 वाक्य में 29 में प्रभु जवाब देता है, ദിസ് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ്. और परमेश्वर का कार्य यह है, അത് തന്റെ പുത്രൻ ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ള വിശ്വാസമാണ്. और वो प्रभु यीशु मसीह ने कलवरी क्रूस में हमारे लिए क्या किया उस पर विश्वास करना है कार्य। അത് ഇടിച്ചു കളയുക എന്നുള്ളതാണ്. और वो कार्य क्या है? तोड़ने का काम है, उजाड़ने का काम है। അങ്ങനെ ഇടിച്ചു കളയാൻ നമ്മളെ എത്രത്തോളം ഏൽപ്പിച്ചു കൊടുക്കുന്നോ അത്രത്തോളം ഹോളി സ്പിരിറ്റ് നമ്മളെ പണിയും. तो जितना हम लोग उजाड़ने के लिए अगर हम अपने आप को समर्पण करते हैं उस क्रूस में, उतना पवित्र आत्मा हमारे अंदर बांधने का काम के लिए इस्तेमाल करेगा। നമുക്കറിയാം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. उदाहरण के लिए हम देखते हैं कि प्रभु जानते हैं कि प्रभु ने 5 रोटी से 1000 लोगों को प्रभु ने खिलाया। എങ്ങനെയാണത്? कैसा हुआ? ആദ്യം അവന്റെ കയ്യിൽ കൊടുത്തു. पहला वो रोटियों को प्रभु के हाथ में दिया। ആദ്യം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെ അവനെ സ്മാഷ് ചെയ്തു പൊടിച്ചു കളഞ്ഞു. फिर उसको वो प्रभु के हाथ में देते समय में सबसे पहला प्रभु ने कार्य किया। वो कार्य क्या था? वो रोटियों को प्रभु ने तोड़कर बांटा। ആ പൊടിച്ച അപ്പത്തെ അനേകർക്ക് ഫലപ്രദമായ രീതിയിൽ ഹോളി സ്പിരിറ്റ് ഉപയോഗിക്കുകയാണ്. तो वो जब जो बात को उसको तोड़ा था, वो तोड़कर जब लोगों में बांटते समय में पवित्र आत्मा ने देखते हैं कि बहुत से लोगों का पेट को तृप्त कर, भूख को तृप्त करने का सेवा प्रभु ने आत्मा ने किया। അപ്പൊ ആദ്യം ദൈവത്തിന്റെ ജോലി തകർക്കുക. അതാണ് നമ്മള് ക്രൂശിൽ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ കാണുന്നത്. इसलिए प्रभु का सबसे पहला काम है उसको तोड़ना, जो हम देखते हैं यशायाह का पुस्तक 53 में भी पढ़ते समय में हम देखते हैं। യേശുവിനെ തകർത്തത് ആത്മാവിൽ നമ്മളെ പണിയാൻ വേണ്ടിയാണ്. तो परमेश्वर को बहाया कि अपना पुत्र को कुचले करके बोलते समय में, या वाक्य 5 में हम देखते हैं कि वो घायल हुआ। ये सब क्यों हुआ है? ताकि आत्मा हमें मिल सके। അപ്പൊ നമ്മള് 51-ാം സങ്കീർത്തനത്തിൽ 59 भजन संगीता में അതിന്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുന്നു. उसका 17वां वाक्य में हम पढ़ते हैं 51:17. 59 verse 17, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. 51 brother. 50 oh sorry thank you 51:17. 51:17 thank you brother। 51 का 17 पढ़ेंगे। टूटा मन परमेश्वर के योग्य बलिदान है। बस അവിടെ എന്താ വായിക്കുന്നത്? उधर हम क्या पढ़ते हैं? തകരുകയും നുറുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വേല. യേശുവിനെ തകർക്കുകയും നുറുക്കുകയും ചെയ്തപ്പോൾ എന്റെ ഹൃദയം തകരുകയും നുറുകയും ചെയ്താൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന രീതിയിൽ സിയോന്റെ പണി നടക്കും. तो परमेश्वर का काम है टूटना और उसको टूटना और पीसना। ये है परमेश्वर का काम। जब परमेश्वर ने क्रूस पर यीशु मसीह को उसको तोड़ा और उसको पीसा, वो तोड़ा और पीसा का वही कार्य हमारे अंदर भी होता है। वो हमारे अंदर होते समय में वो क्या हो गया? परमेश्वर के लिए एक योग्य बलिदान है। वो बलिदान होने की वजह से अभी हम लोग एक उपयोगी पात्र बन रहे हैं पवित्र आत्मा का कार्य हमारे अंदर होने के लिए। 18-ാം വാക്യം 18 वाक्य में 18 पढ़ना। प्रसन्न होकर सियोन की बुलाई कर, यरूशलेम के शहरपनाह को तू बना। അവിടെ സിയോനെ പണിയാന്ന് കണ്ടോ? यस वहां पर देखो, यरूशलेम का शहरपनाह को तू बना। അപ്പൊ തകർക്കുക എന്ന വേല നമ്മളിൽ നടക്കുമ്പോൾ പണിയപ്പെടുക എന്നുള്ള ശുശ്രൂഷ ആത്മാവ് ചെയ്തിരിക്കും. तो अगर टूटने का काम जब उस क्रूस का कार्य के द्वारा टूटने का काम अगर हमारे अंदर हो रहा है, शुरू हुआ है, तो बांधने का काम पवित्र आत्मा हमारे अंदर करेगा।
അപ്പം ദൈവം പൊളിച്ചു കളഞ്ഞത് ഞാൻ പണിതാൽ, അവിടെയാണ് നമ്മൾ വീണ്ടും ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണ്. इसलिए वापस हम लोग गलतियों के पुस्तक में हम आते हैं, वहां पर हम देखते हैं जो बात को परमेश्वर ने तोड़ा उसको अगर मैं बांधने जाऊंगा तो मैं अपराध कर रहा हूँ. അവിടെ ഗലാത്യ ലേഖനം 2-ാം അധ്യായം, गलतियों के पुस्तक 2रा अध्याय, അവിടെ അതിന്റെ 19-ാം വാക്യം വായിക്കുകയാണ്. उसका 19वां वाक्य में हम देखते हैं, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, मैं परमेश्वर के लिए जीने के लिए, ന്യായപ്രമാണം സംബന്ധിച്ച്, കാരണം ന്യായപ്രമാണം പറയുകയാണ് പാപം ചെയ്തവൻ മരിക്കണം. तो मैं तो व्यवस्था के द्वारा व्यवस्था के लिए मर गया कि मैं परमेश्वर के लिए जीऊं. व्यवस्था क्या कहता है? जो पाप का मंजूरी मृत्यु है. അപ്പൊ അങ്ങനെ ഞാൻ പണിതെല്ലാം മരിക്കാൻ ഞാൻ യേശുവിനോട് മരിച്ചു. അതിന്റെ 20-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. इसके लिए मेरे अंदर का जो पाप का बातें है उसको अगर मैं प्रभु के लिए उपयोगी होना है तो मुझे मरना जरूरी है, क्योंकि मैंने बहुत बातों को बांध के रखा है. वो बांधा हुआ बात को तोड़ना जरूरी है. इसलिए 20 में लिखा है कि मैं मसीह के साथ क्रूस में चढ़ाया गया हूं ताकि मेरे अंदर उस बातों को तोड़ सके. ഇപ്പോൾ ഇനി ദൈവപുത്രൻ എന്നിൽ ജീവിക്കുകയാണ്. എന്തിനാണ്? എന്നെ പണിയാൻ വേണ്ടി ജീവിക്കുകയാണ്. और फिर अब मैं जो जीवित हूँ पर वो मसीह मुझ में जी रहा है. क्यों मसीह मुझ में जी रहा है? ताकि मसीह में का आत्मा आकर मेरे अंदर कार्य कर सके, मेरे अंदर बांध काम हो सके. അപ്പോൾ ഇവിടെ നമ്മള് അതിന്റെ 13-ാം വാക്യം, നമ്മൾ എഫെസ്യ ലേഖനം 4:13, एफेसों का पुस्तक 4:13 में हम पढ़ते हैं. അപ്പൊ ഒരു വിശുദ്ധൻ യഥാസ്ഥാനപ്പെട്ട് ക്രൂശിലേക്ക് തിരിഞ്ഞു വന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഒരു ശുശ്രൂഷയാണ് അവിടെ പറയുന്നത്. അവിടെ വായിക്കുകയാണ്, ദൈവം ചെയ്ത വർക്കിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രൂശീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? एक विश्वासी के जीवन में मतलब एक व्यक्ति के अंदर प्रभु का कार्य होकर जब वो मन फिरता है, मन फिराकर जब वापस प्रभु के अंदर आता है, तो प्रभु मन फिरने के बाद जो प्रभु में वो आते समय में उसके अंदर एक सेवा का काम होता है जो हम लोग एफेसों 4 में हम पढ़ते हैं. അപ്പൊ അതിന് 15-ാം വാക്യം വായിക്കുകയാണ്, അങ്ങനെ നാം സ്നേഹത്തിൽ, അപ്പൊ ദൈവം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹമാണ് ക്രൂശിൽ. तो वहां पर इसके लिए वरन उस प्रेम में सच्चाई में हम चले, तो मतलब प्रभु ने जो क्रूस पे जब वो कार्य किया, वो कार्य क्या था? प्रेम में किया था. അപ്പം റോമലേഖനം നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് ആദ്യം അത് ചെയ്തത്. तो हम लोग जब पढ़ते समय में तुम जो भी कुछ करो प्रेम में करो करके पढ़ते समय में सबसे पहला जो काम शुरू किया वो प्रभु ने था, जो कार्य पहला शुरू किया था. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ ആ വേലയുടെ അടിസ്ഥാനത്തിൽ, യേശു ചെയ്ത വേലയുടെ അടിസ്ഥാനത്തിൽ ഹോളി സ്പിരിറ്റ് എന്റെ ഹൃദയത്തിൽ നിറയുന്നതാണ് നമ്മൾ റോമലേഖനം 5:5 വായിക്കുന്നത്. तो अगर प्रभु का कार्य का विषय को अगर जब मैं मनन करने लगूंगा तो पवित्र आत्मा क्या करेगा? वो मेरे अंदर सेवा, प्रभु का सेवा का विषय में आकर मेरे अंदर बात का काम शुरू करेगा. हम लोग रोमियो 5:5 में पढ़ते समय भी देखते हैं. അപ്പൊ ക്രിസ്തു തന്റെ പ്രവൃത്തി കൊണ്ട് നമ്മളെ ബ്ലഡ് കൊണ്ട് കവർ ചെയ്ത് ദൈവസന്നിധിയിൽ നമുക്ക് അറ്റോൺമെന്റ് ആയി നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുത്ത് സീൽ ചെയ്തു ഹോളി സ്പിരിറ്റിൽ. ഇനിയും ഹോളി സ്പിരിറ്റ് നമ്മളിൽ ക്രിസ്തു ചെയ്ത വേലയുടെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കാം. അപ്പൊ എനിക്ക് ക്രിസ്തുവിന്റെ വേലയെ കുറിച്ച് അറിവുണ്ടാകണം. അതാണ് അവന്റെ വേലയെ വിവേചിക്കാത്തവനെ ദൈവം പണിയുന്നില്ല എന്ന് നമ്മൾ നേരത്തെ വായിച്ചത്. നമുക്കൊന്നും കൂടെ ആ വാക്യം വായിക്കാം. इसके लिए प्रभु ने क्रूस में किया हुआ कार्य के विषय में एक विश्वासी को अच्छी तरह से बोध्य होना है. वो क्रूस में किया हुआ कार्य के विषय में जब एक बोध्य होने के बाद पवित्र आत्मा मसीह का जो सेवा का विषय में आते समय में पवित्र आत्मा उसको समझाएगा. तो इसलिए जो व्यक्ति उस सेवा का बात को कार्य को सही रीति से नहीं समझेगा, सेवा का बात भी नहीं समझ पाएगा. 28:5 ഏത് പുസ്തകം? സങ്കീർത്തനം 28:5 ഒന്നും കൂടെ വായിക്കാം. भजन संगीता 28:5 को हम लोग फिर से पढ़ेंगे. യഹോവയുടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു ചെയ്ത ആ വേലയാണ്. यहोवा का काम करके यहाँ पर बोलते समय में हम जानते हैं उजाड़ने वाला काम. वो कौन सा काम है? जो परमेश्वर ने अपने पुत्र को बेचकर क्रूस में हमारे लिए जो किया हुआ काम. അപ്പൊ ആ വേലയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ വേല എന്ന് പറയുന്നത്, നമ്മുടെ വേല എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയോ നമ്മളിൽ പണിത് ചേർക്കുന്നു, അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ പിന്നെ ദൈവത്തിന് നമ്മളിൽ ബില്ല് ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. तो यहोवा का काम का विषय को बात को मान्य पहलौटा ना रखते हुए मैं मेरा कामों को, मेरे बातों को अगर मैं पहलौटा दे रहा हूं तो क्या होगा? तो फिर इसके कारण प्रभु मुझे फिर बांधने का काम के विषय में मुझे कुछ समझ में नहीं आएगा, क्योंकि प्रभु का काम जो मेरे अंदर होता है जिसकी वजह से नाश होगा, वो नाश के बाद फिर आत्मा को बेचकर मुझे बांधने का काम भी, वो काम को ही मैं समझ में नहीं आ रहा, तो फिर सेवा का बातें कैसे समझ में आएगा? അപ്പൊ നമ്മള് യെരമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ കണ്ടു, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ പ്രാണൻ ഒരു നനഞ്ഞ തോട്ടം പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ
നിങ്ങളെ ആദ്യം ഞാൻ ഇടിച്ചു കളയണം. നിങ്ങൾ പണിതതെല്ലാം നമ്മുടെ സങ്കല്പങ്ങളെ, ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ. അപ്പൊ നമ്മള് ഈ കാര്യമാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 कोरिन्थियर 10 अध्यायത്തിൽ വായിക്കുന്നത്. हम लोग इसलिए यिर्मयाह का पुस्तक में हम देखते हैं कि हमारा प्राण जो है एक सींचा हुआ बगीचे के समान है, यानी कि इसलिए वो प्रभु का कार्य को अगर हम लोग सही रीति से समझेंगे तो ही वो आत्मा आएगा, हमारे अंदर सींचने का काम करेगा. इसी आधार पर हम लोग 2 कोरिन्थ में पढ़ते हैं, 2 कोरिन्थियंस അവിടെ 2 कोरिन्थियर 10 4 വാക്യത്തിൽ വായിക്കുകയാണ്. 10:4 में हम पढ़ते हैं, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. ആ കോട്ടകളെ ഇടിപ്പാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പൊളിച്ചു കളയുക. അതായത് നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങുന്ന സങ്കല്പങ്ങളെ, ദൈവപരിജ്ഞാനത്തിന് വിരുദ്ധമായ ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ, അതിനെയെല്ലാം ക്രൂശിൽ യേശുക്രിസ്തു ഇടിച്ചു കളഞ്ഞു എന്ന് വിശ്വസിച്ച് ഇതിനെയെല്ലാം ബ്രിങ് ടു ക്യാപ്റ്റിവിറ്റി, ക്രൂശിലേക്ക് അയക്കുക. അതാണ് അവിടെ വായിക്കുന്നത്. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉണ്ട്, ഒരു വിശ്വാസിയെ ദൈവം പണിയുന്നത് ആദ്യം ഇടിച്ചു കളഞ്ഞിട്ടാണ്. क्योंकि हमारी लड़ाई के हथियार शारीरिक नहीं, पर गढ़ों को ढा देने के लिए परमेश्वर के द्वारा सामर्थ्य है. तो गढ़ों को ढाने के लिए मतलब क्या है? ये वो सब हमारे अंदर का संकल्प, हमारे अंदर का विचार, हमारे पुराना मनुष्यत्व की बातें हैं जो गढ़ों को जो गढ़ बनकर हमारे जीवन में आ चुका है, उसको ढाना है, उसको तोड़ना है. उसको तोड़ने के लिए परमेश्वर का सामर्थ्य हमें जरूरत है, तो ही वो तोड़ने का काम होएगा. फिर ही वो विश्वासी के तो उस सब बातों को उसको खंडन करके आज्ञा में हमें लाना है. ये विश्वासी का जिम्मेदारी, विश्वासी को इसलिए क्रूस में आना है ये सब बातों को समझने के लिए. इसलिए यहोवा का कामों को जानना जरूरी है. അപ്പൊ നമ്മള് ഡെയിലി ക്രോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡെയിലി ദൈവം ക്രൂസിൽ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഡെയിലി പരിശുദ്ധാത്മാവിനെ പണി നടക്കും. इसलिए प्रतिदिन प्रभु का क्रूस को हम उठाना है करके मतलब क्या? प्रतिदिन हमारे जीवन में वो क्रूस में जो बातें मरना जरूरी है, उसको खत्म होना जरूरी है, वो सब बातों को मनन करना हमें जरूरी है. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള അവയവങ്ങളിൽ മാത്രമേ ഈ പണി നടക്കത്തുള്ളൂ. इसलिए जो प्रभु के अंग के भाग हो चुके हैं उनके अंदर ही बांधने का काम होगा. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അംഗത്തെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ മന്ദിരമായി ബിൽഡ് ചെയ്യുകയാണ്, മന്ദിരമായി പണിയപ്പെടുകയാണ്. इसलिए जो कोई भी प्रभु के शरीर के अंग हो चुके हैं उन लोगों के अंदर प्रभु एक बांधने का काम कर रहा है ताकि परमेश्वर उसमें निवास कर सके. और वो बांधने का काम क्या है कि वो लोग सबको एक पवित्र मंदिर बनाया जा रहा है. क्यों बनाया जा रहा है? ताकि परमेश्वर निवास कर सके. അപ്പൊ നമ്മള് ഞാൻ ഇടിച്ചു കളയുവാനും അതിനെ നശിപ്പിക്കാനും ഞാൻ ജാഗരിച്ചതുപോലെ ഞാൻ പണിയാനും ജാഗരിക്കും. അപ്പം ഇടിച്ചു കളയുക എന്നുള്ളതും പണിയുക എന്നുള്ളതിന്റെ അതിന്റെ വിവിധ വശങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ പ്രായോഗിക വശത്ത് ഇത് 2 കാര്യവും ഒരുപോലെ പോകണം, ബാലൻസ് ചെയ്ത് പോകണം. इसके लिए प्रभु हमेशा जागरूक है कुछ बातों को नाश करने के लिए, और प्रभु हमेशा जागरूक है कुछ बातों को बांधने के विषय के लिए. इसलिए इस विषय में हम लोग को प्रभु क्या काम करके हमारे अंदर तोड़ना चाहता है और प्रभु सेवा कर क्या बांधना चाहता है, ये दोनों का विषय में अच्छा जानकारी होना जरूरी है. इसका अलग अलग बातों को अभी हमने देखा. എവിടെ ക്രൂശിന്റേതായ ഒരു വേലയുണ്ടോ അവിടെ ഹോളി സ്പിരിറ്റിന്റെ ഒരു ശുശ്രൂഷയുണ്ട്. तो जहां पर भी क्रूस का कार्य जहां पर चलते रहेगा उसी के साथ साथ पवित्र आत्मा के द्वारा यीशु मसीह का सेवा भी रहेगा. യേശു ക്രൂശിലെ വേലയുണ്ട്. നമ്മളെ രക്തത്താൽ കവർ ചെയ്ത് ദൈവത്തിന്റെ സ്വത്തായി മാറ്റപ്പെടുന്ന ഹോളി സ്പിരിറ്റ് നമ്മളെ സീൽ ചെയ്ത് ഇനിയും ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മളിൽ അവൻ ചെയ്യുകയാണ്. तो इसलिए यीशु मसीह का कार्य के द्वारा जो क्रूस में हमारे लिए मरकर लहू बहाया है, उस लहू बहाने की वजह से क्या हो गया? हमारा सारा पापों से छुटकारा मिलकर हम लोग ढके हुए लोग हैं, क्षमा प्राप्त किए हुए लोग हैं. ऐसा ढके हुए लोग, क्षमा प्राप्त किए लोग क्या हो गए? पवित्र आत्मा का छाप उनको लग गया. पवित्र आत्मा का छाप लग गया तो अभी क्या हो गया? अभी प्रभु उनके अंदर कुछ कार्य करेगा, बांधने का काम करेगा. ये प्रभु का सेवा है. ഇനി യേശു ക്രിസ്തുവിന്റെ വെർച്യൂസ് ആയ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ച് ക്രിസ്തുവിനെ പോലെ ആക്കുക എന്ന ശുശ്രൂഷ ആത്മാവ് നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और फिर उसके बाद प्रभु का प्रेम, प्रभु का दया, प्रभु का करुणा, ये सब बातों से वो लेकर पवित्र आत्मा आएगा, हमारे अंदर कार्य कर हमें बांधेगा. നമ്മളെ അതിനാണ് ഏക ശരീരമാക്കി വിളിച്ചിരിക്കുന്നത്. इसीलिए तो हमें एक देह बनाया है, एक देह होने के लिए देह हो चुके हैं और बुलाया इसके लिए है.
നമ്മള് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. कोलोसे का पुस्तक में हम पढ़ते हैं, അതിന്റെ കൊലോസ്യ ലേഖനം 3:15 വാക്യം. 3:15 में हम पढ़ते हैं, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടു. അപ്പൊ ഏക ശരീരമാകുന്ന ആ സഭ ഒരു മന്ദിരമാകുമ്പോൾ ആ മന്ദിരത്തിലാണ് ദൈവത്തിൻ്റെതായ സമാധാനം ദൈവത്തിന്റെ ആലയത്തിൽ എപ്പോഴും സമാധാനമുണ്ട്. और मसीह का शांति जिसके लिए तुम एक देह होकर बुलाए गए हो तुम्हारे हृदय में राज्य करे। देखो, हमें एक देह होकर क्यों बुलाया गया है? ताकि मसीह का शांति हमारे अंदर कार्य कर सके, राज्य कर सके हृदय में। तो ये जब हम एक देह होने के बाद ही परमेश्वर का ये शांति हमारे हृदय में राज्य करेगा। ये हृदय में क्यों राज कर रहा है? ताकि प्रभु का सेवा हमारे अंदर हो सके, बात काम कर सके। इसके लिए हमें एक देह होना जरूरी है। जो नया जन्म पाए हुए लोग सब एक देह हो चुके हैं, उनके अंदर है मसीह का ये शांति कार्य करता है। അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പാപത്തിന് ഒരു ആഗ്രഹം ഉണ്ടായാൽ, इसलिए हमारे हृदय में अगर पाप का एक आग्रह जागृत हुआ तो യേശുക്രിസ്തുവിന്റെ വേല നമ്മൾ കൺസിഡർ ചെയ്യണം. യേശുക്രിസ്തുവിന്റെ വേലയെ നിന്ദിക്കരുത്. उस समय में ऐसा मोह की बात है, पाप की बात है, अभिलाषा की बात है, जब हमारे अंदर उत्पन्न होता है तो उस समय तुरंत प्रभु ने जो कार्य किया है, वो क्रूस का कार्य, जो उजाड़ने वाला कार्य को उस पर जल्दी मनन करना है। वो बातों को तुच्छ नहीं करना, बल्कि हमेशा उस क्रूस का कार्य को मनन करना। അങ്ങനെ ചെയ്താൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിൽ ഒരു പണി നടത്തും. अगर ऐसा किया तो पवित्र आत्मा हमारे अंदर आकर एक कार्य करेगा। അതാണ് ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന് ചിന്തയോ ജീവനും സമാധാനവും. इसलिए शरीर में मन लगा तो मृत्यु है, परंतु आत्मा में मन लगाना जीवन और शांति है। കർത്താവ് നമ്മളെ അവന്റെ വേലയും അവന്റെ ശുശ്രൂഷയും മനസ്സിലാക്കി തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. इसलिए प्रभु हमें अच्छी रीति से उनका काम जो क्रूस में नाश करने का बातें है, वो बात को हमें समझाए, और उनका सेवा जो नाश हुए लोगों के अंदर बांधने का काम भी, ये दोनों का बातों को अच्छी रीति से हमें समझाए। प्रेज़ द लॉर्ड।